ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. വല്യറയിൽ ക്ലബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പം ഞാൻ കുറേ ദിവസങ്ങളൊക്കെ ആയി നമ്മൾ ഈ ഇതിനൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടും ഒക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഒരു വീഡിയോ ഇടാം എന്ന് കരുതി. അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നാനചൂരണം അതേപ്പറ്റി പറയാനാണ്. അപ്പം ഈ സ്നാനചൂരണം നമ്മൾ എടുത്ത് ഈ ശരീരത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കുഞ്ഞു വാവയ്ക്കും ഉപയോഗിക്കാം, ഞങ്ങൾക്ക് വലിയവർക്കും ഉപയോഗിക്കാം. അപ്പം നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതിനകത്തെന്ന് പറയുന്ന പയറുപൊടി, ഈ മുൾത്താനമട്ടി, പിന്നെ മഞ്ഞൾ, പയറ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഈ കടല, ഇതൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അത് ശരീരത്തിലെ സ്നാനചൂരണം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഈ കാച്ചിയ എണ്ണ, ഞാൻ തന്നെയാണ് കാച്ചിയ എണ്ണ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഭയങ്കര കഷണ്ടി പോലായിരുന്നു എൻ്റെ കുഞ്ഞിന്. കണ്ടുന്നുണ്ട് ഇങ്ങനെ കയറിയ തലയായിരുന്നു. അപ്പം പിന്നെ മുടിയൊന്നും അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എന്തായിരുന്നാലും കുഞ്ഞിന് അങ്ങേ അറ്റം വരെ കയറിയ തലയായിരുന്നു. ഇപ്പോൾ എന്തായിരുന്നാലും മുടി നല്ലപോലെ വളർന്നാലും ഇപ്പം നെറ്റിയിട്ട് ശരിക്ക് ഇപ്പോൾ വളരാൻ തുടങ്ങി. അപ്പോൾ ഈ കാച്ചിയ എണ്ണയും തേച്ച് നമ്മൾ ഈ സ്നാനചൂരണമൊക്കെ തേച്ച് പിന്നെ കുളിപ്പിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക മണമാട്ടോ ശരീരത്തിനൊക്കെ. നമുക്കങ്ങ് കടിച്ച് തിന്നാൻ തോന്നും. അപ്പം അതൊക്കെയാണ് നാച്ചുറലായിട്ടുള്ള ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മുഖത്തുള്ള കുരുക്കൾ, ചെറിയ ചെറിയ കുരുക്കൾ വരുമായിരുന്നു. കുരുക്കൾ വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ മുഖത്ത് കുരുക്കൾ വരുന്നത് നല്ല പ്രൊജക്റ്റ് ചെയ്ത് ചിലർക്ക് നിൽക്കും, ചിലർക്ക് അങ്ങനെയല്ല. ഉള്ളിലോട്ട് വളർച്ചയും വെളിയിൽ അങ്ങനെ അറിയത്തില്ല, ഒരു കുഞ്ഞതായിട്ട് പൊന്തി വയ്ക്കത്തുള്ളൂ. പക്ഷേ ഈ വെളിയിലോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കുരുക്കളെക്കാളും വേദനയാണ് ഈ അകത്തോട്ടുള്ളത്. കാരണം ഈ വെളിയിലുള്ളത് ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ തന്നെ അതിൻ്റെ വേസ്റ്റുകളെല്ലാം ഇനി വെളിയിൽ വരും. ഇതങ്ങനെയല്ല, നമ്മൾ ഞെക്കിയെങ്കിൽ മാത്രമേ, അത് ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ വരൂ. വേദനയാണെങ്കിൽ എൻ്റെ പൊന്നെ ആ ചത മൊത്തവും കൂടെ ഒരു ഇതായിട്ടാണ് നമുക്ക് പിന്നെ വേദന കൂടും. അപ്പം ഇന്ന് പിന്നെ രാവിലെ എൻ്റെ ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഫ്രഷായി ഞാൻ വന്നു. പിന്നെ സ്നാനചൂരണം കാച്ചിയ എണ്ണയും തലയിൽ തേച്ച് നല്ല സ്നാനചൂരണവും വെച്ച് കുളിച്ച് ഫ്രഷായി വന്നു. നമുക്ക് മേക്കപ്പ്, പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ വീഡിയോ ഒക്കെ വലിയതായിട്ട് ആൾക്കാർ കാണാറില്ല, ശ്രദ്ധിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ മോഡേൺ ആയിട്ടുള്ള രീതിയിലൊന്നും അല്ലല്ലോ ഈ വീഡിയോസ് ചെയ്യുന്നത്, കാണുന്നത്, പ്രൊജക്റ്റ് ഇതൊക്കെ ചെയ്യുന്നതൊന്നും വലിയ ഇതൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ഒന്നും വലിയ ലൈക്ക് ചെയ്യാനൊന്നും ആരും കാണത്തില്ല. പിന്നെ പാവപ്പെട്ട കുറേ പേരൊക്കെ ഉണ്ട്, നമ്മളേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഈ പിന്നെ ഹാഫായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഈ ആടിപ്പാടിയിലൊക്കെ ലൈക്കും ഷെയറൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ സ്നാനചൂരണം ഏറ്റവും കൂടുതൽ സ്കിന്നിന് നല്ല ഇതാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെ നല്ലതാണ്. 1 സ്പൂൺ പൊടി എടുത്തിട്ട് അത് വെള്ളത്തിൽ ചാലിച്ചിട്ട് അതിനെ നമ്മുടെ ശരീരം മൊത്തം, ആ 1 സ്പൂൺ മതിയാവും, അതിനെ തേച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ തേച്ച് അതിനെ അങ്ങ് നല്ല പോലെ ഒരു 5 മിനിറ്റ് ദേഹം മൊത്തം നല്ല പോലെ അങ്ങോട്ട് തേച്ച് ശരീരഭാഗം മൊത്തം തേച്ച് എടുക്കുകയാണെങ്കിൽ നല്ല പോലെ അഴുക്കും പോവും, നമ്മുടെ കറുത്ത ആ ഒരു ഷെയ്ഡും മാറിക്കിട്ടും, നമ്മുടെ ശരീരം കുറച്ചൊക്കെ നല്ല വ്യത്യാസം വരും. എൻ്റെ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ വെളുത്തു തുടങ്ങി. ഇവിടെ പിന്നെ ഈ വെയിലൊക്കെ അടിക്കുന്ന ഭാഗമൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇച്ചിരി നല്ല കളറ് വന്നു തുടങ്ങി. അപ്പം നമ്മൾ ഈ നാച്ചുറലായിട്ട് അന്നത്തെ കാലത്ത് ഉള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും സൂപ്പറായിരുന്നു. അവർക്ക് രോഗമില്ല, ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല, BP ഇല്ല. ഇപ്പം വായിലും കൊള്ളത്തില്ല, പറയാനിട്ട് പറ്റത്തുമില്ല. ഈ പിന്നെ ഓരോ രോഗത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞാൽ നാക്കുളുക്കി പണ്ടാരടങ്ങും, അതുപോലത്തെ പേരുകളൊക്കെ ഇപ്പോൾ വരുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നാച്ചുറലായിട്ട് ഇതുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ എടുത്താൽ തന്നെ ചെറിയൊരു വര പോലെ കാണുന്നത് കണ്ട. മുടി അത്രയ്ക്കും വേണ്ടി ഇപ്പം ഈ പ്രസവം കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും മുടി തലയിൽ ചുമ്മാ കൂടെ തൊടാനൊക്കത്തില്ല, മുടി പൊഴിഞ്ഞിട്ട് എൻ്റെ ദൈവമേ. ഞാൻ വിചാരിച്ചു മിക്കവാറും ഞാൻ ബിഗ് വെക്കേണ്ടി വരും, അതിൽ ഒരു വ്യത്യാസമില്ല
എന്ന് കരുതിയത്. ഞാൻ എന്തായിരുന്നാലും എൻ്റെ അമ്മച്ചിയമ്മ പറഞ്ഞു തന്നിട്ടുള്ള മരുന്നും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് അന്തസ്സായിട്ട് എണ്ണ കാച്ചി എൻ്റെ പൊടിമോനും തേച്ച് ഞാനും തേച്ച്. അവന് 2 മാസമേ ഉള്ളൂ മുടി വെട്ടിയിട്ട്. പിന്നെ പറ്റ അങ്ങ് വെട്ടി. പിന്നെ കുറ്റിയായിട്ടുള്ള മുടിയുള്ളായിരുന്നു, വടിച്ചിറക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പം മുടി തലയുടെ മണ്ടയിൽ വെച്ച് തന്നെ പറ്റിയിരിക്കത്തക്ക രീതിയിൽ അങ്ങ് വെട്ടി. വടിച്ചിറക്കിയതിന് ശേഷം കുറ്റി മുടി വളർന്ന് നിൽക്കത്തില്ല, അതുപോലെയുള്ളായിരുന്നു. സെക്കൻഡ് ഷോയ്ക്ക് ആൾ നിൽക്കുന്ന കണക്കായിരുന്നു തലയിൽ മുടി. ഇപ്പം എന്തായിരുന്നാലും പിടിച്ച് കെട്ടാൻ പരുവത്തിൽ 2 മാസമേ ഉള്ളൂ. പിന്നെ 5-ാം മാസത്തിൽ മുടി വെട്ടിയത്. 5-ാം മാസം 7-ാം തീയതിയാണ് ഇവൻ്റെ തലമുടി വടിച്ചത്. കാരണം അന്നത്തെ ദിവസം ഞങ്ങൾക്കൊരു അത്യാവശ്യം ഫങ്ഷനും കൂടെ ഉണ്ടായിരുന്നു. അന്ന് പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ മുടി വടിച്ചത്. ഇപ്പം നോക്ക് എത്ര നാളാവും. മുടി സൂപ്പറായിട്ട് നല്ല വളർന്നു. ഇനി ഇതിനെ കൊണ്ടുപോയി ഇനി വെട്ടാനിരിക്കുക. അപ്പോൾ ഇച്ചിരി കൂടെ തിക്കായിട്ട് പറപ്പ് മുടി എടുത്തായിരുന്നു. 2ാമതും മുടി വെട്ടി. ഇനിയിപ്പോൾ ഇത് 3ാമത്തെ കൂടെ എടുത്തു കഴിയുമ്പം ഇച്ചിരി കൂടെ ഗ്രോത്തായിട്ട് കിളിച്ച് വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഉള്ള ഇതിനെ വിട്ടിരിക്കുക. ഇനി ഒന്ന് വടിച്ചിറക്കണം മുടി. അതിനിപ്പം ഒരാഴ്ചയ്ക്ക് എന്തായിരുന്നാലും ഇത് മൊത്തത്തിൽ മുട്ടയടിക്കും ഞങ്ങൾ. അപ്പോൾ പിന്നെ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള, സത്യം പറഞ്ഞാൽ ദേഹത്തിനൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കർക്കിടക കഞ്ഞി ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ചു. 2 ദിവസം കർക്കിടക കഞ്ഞി എന്തായിരുന്നാലും കുടിച്ചു. നട്ടലിനൊക്കെ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് എല്ലാം കുറേയൊക്കെ കുറഞ്ഞു. പിന്നെ എന്ന് പറയുന്നത് ഈ ഉഴിഞ്ഞ വെച്ച് ചമ്മന്തി അരച്ച് ചമ്മന്തി ഉണ്ടാക്കി അത് ചോറ് കഴിച്ച്. അതിൽ ഈ ദേഹത്തെ ആ നീരൊക്കെ പോയിട്ട് കൈക്കൊക്കെ ഇച്ചിരി വേദന, നല്ല വേദനയായിരുന്നു. കൈ പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്തായിരുന്നാലും വേദനയെല്ലാം മാറി. ഇപ്പം ഞാനാണെങ്കിൽ നമ്മളുടെ ഈ കൊഴുപ്പച്ചീര എന്നൊക്കെ പറയത്തില്ലേ, സാമ്പാർ ചീര, കൊഴുപ്പച്ചീര എന്നൊക്കെ പറയുന്ന ആ ചീരയും പിന്നെ ഒരിച്ചിരി മത്തൻ്റെ പൂവും ഉണ്ടായിരുന്നു. അതും 2 മുട്ടയും കിട്ടി. അപ്പം പിന്നെ മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 മുട്ടയും കൂടെ വെച്ചിട്ട് നമ്മളതിനെ തോരനുണ്ടാക്കി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചൂട് ചോറിൻ്റെ കൂടെ നല്ല ഇച്ചിരി കൈ പൊള്ളുന്ന രീതിയിലുള്ള പുന്നെല്ലിൻ്റെ ചോറ് അതും കൂട്ടി ഒരിച്ചിരി പിന്നെ തീയൽ, മത്തങ്ങയും ഉള്ളിയും എല്ലാം കൂടെ വെച്ചിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് തക്കാളിയും കൂടെ ഇട്ട് തീയൽ വെച്ചിട്ടുണ്ട്. അപ്പം അയ്യോ പറയാൻ പറ്റുന്നില്ല, വായിൽ കൊതി ഊർന്നു. അതെല്ലാം കൂടെ ഇട്ട് തീയൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അത് കഴിക്കുന്നു. നല്ല വിശാലമായി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നു. നല്ല ഇളം കാറ്റൊക്കെ കൊണ്ടിട്ട് ഒരല്പം നേരം കിടന്നൊന്ന് ഉറങ്ങണം. നമുക്ക് ഈ പണ്ട് എൻ്റെ കുഞ്ഞിലെ എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഈ പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് കഞ്ഞി പിന്നെ ഇതൊക്കെ രാവിലത്തെ പരിപാടിയല്ലേ, മുറ്റമൊക്കെ തൂത്ത് നല്ല രീതിയിൽ വൃത്തിയാക്കി ചാണകവെള്ളം മുറ്റത്ത് തളിച്ച് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വലിയവർ നമുക്ക് തരും. നമ്മൾ ആ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് വരുമ്പോഴത്തേക്ക് ചായയൊക്കെ റെഡിയാക്കി വയ്ക്കുക. ആ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ആ പൂമുഖപ്പടിയിലിരിക്കുന്ന നേരത്തിൽ പിന്നെ ചെറിയ വലിയവർക്ക് വേണ്ടി നമ്മൾ ചെറിയ കുഞ്ഞു പിള്ളേരല്ലേ, അപ്പോൾ പിന്നെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതൊക്കെ ചെയ്തിട്ട് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ചോറൊക്കെ തരും അമ്മ. ചൂട് ചോറ് ഉച്ചയൊക്കെ ആകുമ്പം. അവിടെയൊക്കെ ആണെങ്കിൽ ആലപ്പുഴ ആ ഭാഗങ്ങളിൽ എൻ്റെ അമ്മച്ചമ്മയൊക്കെ പോലത്തേക്ക് എന്നൊക്കെയാണ് പറയുന്നത്. പോലത്തേക്കിനായി പിന്നെ എന്ന് പറയും. അപ്പം പിന്നെ 10 മണിക്കായോ പോലത്തേക്കിനായോ എന്ന് വയ്ക്കും. 10 മണിക്കെന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കാനുള്ളത്, പോലത്തേക്കെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്, പിന്നെ രാത്രി അത്താഴം അങ്ങനെയാണ് പറയുന്നത്. അത്താഴം എന്നാണ് പറയുക. അപ്പം ഇങ്ങനെ പോലത്തേക്കെല്ലാം റെഡിയാക്കി, അതായത് ഉച്ചക്കത്തെ ആഹാരം റെഡിയാക്കി വെച്ചിട്ട് അതൊക്കെ കഴിച്ചിട്ട് ആ പൂമുഖപ്പടിയിൽ ഇരുന്നിട്ട് ആ ഒരു ചെറു തിണ്ണയുണ്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ വയലിൻ്റെ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ നമ്മുടെ ആ വീടിൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി അങ്ങോട്ട് മാറി കുറച്ച് ദൂരം അങ്ങ് മാറിയിട്ട് ഈ വയലാണ്. നെല്ലും പാടങ്ങളും വയലും കൊയ്യാനൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പോഴത്തേക്ക് ഈ ആൾക്കാർ അവിടെ വന്ന് നിന്ന് കൊയ്യുകയും മെതിക്കുകയും പറക്കുകയും കള പറിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എള്ളം കാറ്റും കൂടി ഇങ്ങനെ അടിക്കുമ്പോൾ എന്താ ഒരു സുഖം എന്നറിയാം.
അറിയാതെ പോലും നമ്മൾ ഉറങ്ങിപ്പോവും. അതൊരു സുഖകരമായ, സന്തോഷകരമായ, ആനന്ദകരമായ, അത് കോടിക്കണക്കിന് കാശ് പോലും കിട്ടിയാൽ പോലും കൊടുത്താൽ തിരിച്ച് കിട്ടാത്ത ഒരു കാലഘട്ടം നമ്മളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഓർമ്മയുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും ആ ഒരു നല്ല കാലം, നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സന്തോഷകരമായ കാലത്തെപ്പറ്റി നമുക്ക് ഓർത്ത് വയ്ക്കാനും ചിരിക്കാനും ആനന്ദം കണ്ടെത്താനും കഴിയും. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭമായ ദിവസം നേരുന്നു. ബൈ.